Hello, all my beautiful souls. Welcome back to another psychic reading. What you need to hear right now. So, കഴിഞ്ഞ 2-3 വീഡിയോയിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് അറിയപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെയോ രീതിയിൽ പ്രശസ്തി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലെ. സോ ഇന്ന് നിങ്ങൾക്ക് വളരെ സൈക്കിക് ആയിട്ടുള്ള ചില മെസ്സേജ് ഉണ്ട് based on that. Okay, so അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില മെസ്സേജ്, ബിക്കോസ് എനർജറ്റിക്കലി ഒരുപാട് ആളുകൾ നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്, റൈറ്റ്? നിങ്ങൾ കൂടുതൽ അവേക്കൻ ആവുന്നുണ്ട് നിങ്ങളെ പറ്റി, നിങ്ങളുടെ കഴിവിനെ പറ്റി, നിങ്ങളുടെ ബർത്ത് ഇന്റൻഷനെ പറ്റി, സോൾ ഇന്റൻഷനെ പറ്റി ഒരുപാട് അവയർനെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് അവേക്കനിങ് സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ സോൾ ജേർണിയുടെ റൈറ്റ് ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം നിങ്ങൾ കൂടുതൽ കാര്യങ്ങളായിട്ട് അലൈൻഡ് ആയിട്ട് വരുന്നത്. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ അലൈൻഡ് ആയിട്ട് നിങ്ങളുടെ ജേർണിക്ക് അലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം അല്ലെ. മെയിൻലി നിങ്ങളുടെ ആക്ഷൻസും അതിന്റെ കൂടെ കണക്ട് ചെയ്തു വരുന്നുണ്ട്. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം, ഐഡിയ ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങളുടെ ആക്ഷൻ അതിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവില്ല അല്ലെ. നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് അത് കണക്ട് ആവുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ആക്ഷനിലേക്ക് കൂടെ അത് കണക്ട് ചെയ്തു വരുന്നുണ്ട്, റൈറ്റ്? എന്ത് മാറ്റമാണോ നിങ്ങൾക്ക് വേണ്ടത്, ഓർ എന്താണോ നിങ്ങൾക്ക് ആ ഒരു പ്രശസ്തി കൊണ്ടുതരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ അത് നിങ്ങളുടെ ഒരു ആക്ഷൻ ആക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നുണ്ട്, റൈറ്റ്? ചില ആളുകൾ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആക്ഷൻ കൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത്, നിങ്ങളുടെ വിശ്വാസത്തിനൊത്ത് അലൈൻ ചെയ്ത് കൊണ്ടുവരാനാണ്. എസ്പെഷ്യലി ഇഫ് യു ബിലീവ് ഇതുപോലത്തെ ഒരു മാറ്റം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഓർ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ എന്താണ് ഇന്ന് നിങ്ങൾ കേൾക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്? ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആൻഡ് ഹാർട്ട് ചക്ര. സോ കൂടുതൽ ക്വാളിറ്റി ഉള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ ഈ സമയം ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ താല്പര്യങ്ങൾ വരേണ്ടത്, നിങ്ങളുടെ ഇഷ്ടം വരേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ആളുകൾ. ഇത് നിങ്ങൾക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ് ഈ സമയം. കാരണം നിങ്ങളുടെ ജേർണി ഡിഫറെൻ്റ് ആവുകയാണ്, നിങ്ങളുടെ പാത്സ് കുറച്ചുകൂടെ യൂണീക്ക് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. സോ പല മാറ്റങ്ങൾ നിങ്ങളുടെ സർക്കിളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ ഫ്രണ്ട് സോണിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടായിരിക്കണം. കാരണം ഈ സമയം നിങ്ങളുടെ ജേർണി ഡിഫറെൻ്റ് ആണ്. സോ ആ ഒരു ജേർണി ആയിട്ട് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ജേർണിയിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളെയാണ് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ, ഡിസ്കഷൻസ്, അറിവുകൾ ഒക്കെ തരുന്ന ആളുകളെയാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് സെന്റിമെന്റൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കഴമ്പില്ലാത്ത ഡിസ്കഷൻസ് അല്ല ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. വെറുതെ ചിറ്റ് ചാറ്റ് ചെയ്യാം, വെറുതെ സമയം പോക്കാൻ, നേരം പോക്കിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സംസാരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. മേ ബി നിങ്ങളുടെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ കാണേണ്ട സമയമൊക്കെ ഒരു ആവശ്യമില്ലാത്ത ഡിസ്കഷനിലേക്കായിരിക്കാം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ അങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ചേഞ്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യത്തിലേക്കാണ്. നിങ്ങൾ ഇതുപോലെ ഇൻസ്പയർ ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ മാറ്റങ്ങൾ കൊണ്ടുതരാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളിലേക്കാണ്. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ഡേ ടു ഡേ നിങ്ങൾക്ക് കൊടുക്കുന്ന തോട്ട്സ്, ഐഡിയ, വിഷ്വൽസ് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് തരാനോ, റൈറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ എൻഗേജ്ഡ് ആവാൻ പറ്റിയിട്ടുള്ള ആളുകളോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ളൊരു സ്പേസ് കൊടുക്കുക. ഈ സമയം എനിക്ക് വേറെ ആളുകളൊന്നുമില്ല, വേറെ സൗഹൃദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ എന്റെ ലൈഫിൽ എന്റർടൈൻ ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട് പോലും നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാവാൻ പാടില്ല. ഓൾറൈറ്റ്, കാരണം ഇല്ലെങ്കിൽ അത് വരാനുള്ളൊരു സ്പേസ് ആണ് കൊടുക്കേണ്ടത്. സോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലൈഫിൽ നിർത്തി വരേണ്ട കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യിപ്പിക്കരുത്. ഓക്കെ, സോ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം, റൈറ്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ആളുകളെയാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി അങ്ങനത്തെ ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ വരാനുള്ളൊരു സ്പേസ് കൊടുക്കുക. ഓൾറൈറ്റ്, ഈവൻ നിങ്ങൾ കേൾക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കാം, നിങ്ങൾ കേൾക്കുന്ന പല പല കാര്യങ്ങളായിരിക്കാം നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ ഡേ ടു ഡേ എൻഗേജ്ഡ് ആവുന്നത്, അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തേണ്ടത്,
what you need to hear right now. Patience and planning. നിങ്ങൾക്ക് ഇതുപോലൊരു മാറ്റം വരാനുള്ളൊരു സ്പേസ് ആണ് ഈ സമയം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, സോ ഒരുപാട് ആളുകൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സൈക്കിക് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ അറിയപ്പെടുന്നതോ നിങ്ങളുടെ ടാലന്റ്സോ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ അറിയപ്പെടുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ, നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് ചില ആളുകൾ നിങ്ങൾ എക്സ്പേർട്ട് ആവുന്നത് നിങ്ങളുടെ ഒരു ടാലന്റ് എന്ന് പറയുന്നത് മണി മേക്കിങ്ങിലാണ്. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചുകൂടെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ കൂടുതൽ ഫെയിമിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. സോ അത് പ്രോബബ്ലി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അവിടുന്ന് നിങ്ങൾക്കൊരു ഹ്യൂജ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുന്നതായിരിക്കാം. ചില ആളുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കേണ്ടത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലേക്കാണ്. മണി എനർജി, അതായത് പണമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ കൂടുതൽ ഹീൽ ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത്. അതിനോടാണ് ഒരു സ്നേഹം കാണിക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് ഇപ്പൊ ക്യാഷിനെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ബിലീഫ്സോ നിങ്ങൾ ജനിച്ച് വളർന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടുള്ള വിശ്വാസങ്ങള്, ചിന്തകള്, ഇതൊക്കെ ആയിരിക്കാം പ്രോബബ്ലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഉണ്ടാവാത്തത്. ഓക്കെ, സോ ഇനി നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് ആ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ കൂടുതൽ അറിയപ്പെടാനുള്ളൊരു കാരണം ഫൈനാൻഷ്യലി നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചേഞ്ച് ആണ്. അത് ഈ സമയം നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾക്കത് പോസിബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് പോസിബിൾ അല്ല എന്ന് വിചാരിക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു, നിങ്ങളുടെ ചില ഹിഡൻ ടാലന്റ്സ് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലെ ചില കഴിവുകള്, നിങ്ങളുടേതായിട്ടുള്ള ചില യൂണിക് ആയിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ചിലതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. സോ അത് ബൂസ്റ്റ് ചെയ്യുന്ന, അത് എൻകറേജ് ചെയ്യുന്ന, അങ്ങനത്തെ ഇൻസൈറ്റ് തരുന്ന ആളുകളെയാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനത്തെ സൗഹൃദങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ അതേ അവസ്ഥ ഷെയർ ചെയ്യുന്ന സൗഹൃദങ്ങളല്ല നിങ്ങൾക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകളെ പറ്റിയും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലത്തെയൊക്കെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് ഒരു മാറ്റം, വ്യത്യസ്തമായിട്ടുള്ള തോട്ട്സ്, ഐഡിയാസ്, ഇൻസൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബാഡ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്നതോ ഓർ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഫൈനാൻഷ്യലി ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ക്യാഷ് എന്ന് മാത്രം എന്നുള്ളതല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എങ്ങനെയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ ഈ സമയം എന്റർടൈൻ ചെയ്യണോ, മാറ്റി നിർത്തണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. കാരണം ചില കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പാത്തിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ സർക്കിളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്, നിങ്ങളുടെ കൂടുള്ള ആളുകളിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റം. ആരും ഈ സമയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറ്റി നിർത്തണം എന്നല്ല പറയുന്നത്. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള കാര്യങ്ങളും ഇൻഫർമേഷനും ആണ് വേണ്ടത്. ഓക്കെ, എല്ലാ ഏരിയാസിലും നിങ്ങളത് റിലേറ്റ് ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, ഓൾറൈറ്റ്, നിങ്ങളുടെ ഹാബിറ്റ്സിലായിരിക്കാം, അഡിക്ഷനിലായിരിക്കാം. സോ മേ ബി ലൈക്ക് നിങ്ങൾക്കൊരു ഹാബിറ്റ് ഉണ്ട്, അത് എൻകറേജ് ചെയ്യുന്ന ഒരു സർക്കിളായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അവിടുന്ന് ഓടി പോവാം. ഓക്കെ, അവർ ഈ സമയത്ത് ലൈഫിൽ എൻകറേജ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേദനയാണ്, ഇമോഷണലി നിങ്ങൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്ന, ഒരുപാട് സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കൊണ്ടുപോകുന്ന പല സിറ്റുവേഷനോ ആളുകളോ റിലേഷൻഷിപ്പോ എന്തോ ആയിക്കോട്ടെ, എൻകറേജ് ചെയ്യാതിരിക്കാം. മേ ബി നിങ്ങൾ നൈറ്റിൽ ആരുടെ കൂടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, ഒരു ഗ്രോത്തും ഇല്ലാത്ത കോൺവെർസേഷനിലായിരിക്കാം നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. അത് പ്രോബബ്ലി നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം ആയിരിക്കാം ഇല്ലാതാക്കുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു ടൈമാണ് ഇല്ലാതാക്കുന്നത്. ചില ആളുകളോടൊക്കെ ഉള്ള ഒരു കോൺവെർസേഷൻ അങ്ങനെയാണ് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എവിടെ ഗ്രോത്ത് ഇല്ല, എവിടെ മാറ്റമില്ല, അവിടുന്ന് നിങ്ങളൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, കാരണം പല കാര്യങ്ങളും, ഇതുപോലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ പറഞ്ഞ ചില മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുത്തുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും റൈറ്റ് ആയിട്ട് ഗ്യാദർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ആളുകളാണ് കൂടെ വേണ്ടത്, ക്വാളിറ്റി ഉള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ആൻഡ് അതാണ് നിങ്ങളുടെ ഗ്രോത്തിലേക്കുള്ള ഒരു മേജർ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഇഫ് യു തിങ്ക് ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, സാക്രിഫൈസ് പീപ്പിൾ, ഇമോഷൻസ്, എക്സ്പീരിയൻസ്, സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ലാത്ത, നിങ്ങളെ എൻകറേജ് ചെയ്യാത്ത, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാത്ത, നിങ്ങൾക്ക് പുതിയ ഇൻസൈറ്റ് തരാത്ത ആരോ, എന്തോ, എന്ത് കാര്യമോ, ഫീലിങ്സോ ആയിക്കോട്ടെ,
ലെറ്റ് ദം ഗോ, ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ വലിയ ഭാരങ്ങളൊക്കെ കഴുകിക്കളയണം. ഒരുപാട് ബാഗേജ് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര ഈസി ആവില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. ആളുകളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓൾറൈറ്റ്, what you need to hear right now, memories of love. Alright, because ഈ ഒരു ജേർണി നിങ്ങൾ ലീഡ് ചെയ്യുന്നത്, ഓക്കെ, ഇതുപോലത്തെ ഒരു കമ്പാനിയൻഷിപ്പ് നിങ്ങൾ ലീഡ് ചെയ്യുന്നത്, അതായത് റൈറ്റ് ആയിട്ടുള്ള ആളുകള്, ക്വാളിറ്റി ഉള്ള ആളുകള്, റൈറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ഇതൊക്കെ നിങ്ങൾ ലീഡ് ചെയ്യുന്നത് ക്ഷമയോട് കൂടിയിട്ട് നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ജേർണി എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നിങ്ങൾ എത്താൻ പോകുന്ന ഒരു കാര്യമല്ല. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ബട്ട് എന്താണോ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, അത് നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് തരുന്ന കാര്യങ്ങളാണ്. ഓൾറൈറ്റ്, ഒരുപാട് ഡീപ്പ് ആയിട്ടുള്ള, ഒരുപാട് കഴമ്പുള്ള മെമ്മറീസ് തരുന്ന കാര്യങ്ങളാണ്. അവിടെ സ്നേഹം കൊണ്ടായിരിക്കാം, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വന്നിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. എത്രമാത്രം നിങ്ങൾ മുന്നോട്ട് പോകുന്നോ അവിടെ നിങ്ങൾ കൂടുതൽ ഡൗൺ ടു എർത്ത് ആവുകയാണ്. ചില ആളുകൾക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന പൊസിഷൻ, ഐ എം നോട്ട് ജസ്റ്റ് മോട്ടിവേറ്റിംഗ് യു ഗൈസ്, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കാത്തതാണ്. ഈ സമയത്ത് എന്ത് നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്ന് നിങ്ങൾ തോന്നുന്നോ, അറിയപ്പെടുക, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് കൂട്ടുക എന്ന് പറയുന്നത്. കാരണം ചില ആളുകൾ നിങ്ങൾ അറിയപ്പെടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവ് വേണം, നോളജ് വേണം. ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ. അങ്ങനെ നിങ്ങളെ അപ്ഡേറ്റഡ് ആക്കുന്ന ആളുകളെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്നും പഠിക്കില്ല, ഒന്നും ഗ്രോ ചെയ്യില്ല, നമ്മൾ അതേ അവസ്ഥയിൽ തന്നെയാണ് പോവാ. അത് നമ്മുടെ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഓടി പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് പുതിയ ഇൻസൈറ്റ് കൊടുക്കുക, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യത്തിലേക്ക് പോവാം. ചില വാതിലുകളൊക്കെ നിങ്ങൾ അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. എത്ര അങ്ങോട്ട് പോകണം, അങ്ങനെ വളരെ അഡിക്റ്റഡ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളും ഫീലിങ്സും ഹാബിറ്റ്സും ഒക്കെ എന്താണെന്നുണ്ടെങ്കിലും ചിലത് അടച്ചു വെക്കുക. പക്ഷെ അതിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിലും മാക്സിമം കൺട്രോൾ ചെയ്ത് വെക്കുക. ഇതുപോലത്തെ മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് കൊടുക്കുക. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പുതിയ കാര്യത്തിലേക്ക് വരാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ഇൻഫർമേഷൻ കൊടുക്കുക, ക്വാളിറ്റിയുള്ള കാര്യത്തിലേക്ക് വരിക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ഒന്ന് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് അവർക്കൊന്ന് മാറ്റിവെക്കുക. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.